വാട്ട്? ജെ എന്താ ഇവിടെ? ടേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലൂക്കാസ് എവിടെ? എന്തെങ്കിലും പറയട്ടെ. മമ്മ, മമ്മ, എന്താ ഇവിടെ നടക്കുന്നേ? ലിയ, അത് നീ ഓവർ റിയാക്ട് ആവരുത്. ഞാൻ പറയാം. എന്താ ടേ, കാര്യം പറ. ജെ എന്താ ഇവിടെ? അത് ലൂക്കാസിന് വേറെ എന്തോ ഒരു അഫെയർ ഉണ്ടായി. സോ അവൻ നൈറ്റ് എവിടെയോ പോയി ലെറ്റർ എഴുതി വെച്ചിട്ട് പോയേ. ടേ, വാട്ട്? ടേ എന്തൊക്കെയാ പറയണേ? ലൂക്കാസിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ടേ പ്ലീസ്, ലൂക്കാസ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ചെയ്യായിരിക്കും എല്ലാം ചെയ്തേ. എന്താ ഈ പറയുന്നത്? നിൻ്റെ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നിൻ്റെ അച്ഛൻ്റെ പേര് പോയിരിക്കാൻ, അല്ല നമ്മുടെ ഫാമിലിയുടെ പേര് പോയിരിക്കാൻ, അല്ലെങ്കിൽ എന്താ ഈ നാട്ടുകാരുടെയൊക്കെ ഈ കളിയാക്കലൊക്കെ കാണാതിരിക്കാൻ എൻ്റെ അച്ഛൻ ജെയിനോട് കാര്യം ചോദിച്ചുള്ളൂ. നിൻ്റെ മോളെ നീ ഒന്ന് കല്യാണം കഴിക്കുമോ എന്ന്, മാരേജ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഒരു മടിയില്ലാതെ ജെയിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം, എനിക്ക് സമ്മതമാണെന്ന്. അപ്പോഴും അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അവൻ എതിർത്തൊന്നും പറയാതെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതാണോ? നീ പറയുന്നത് ജെയിൻ്റെ കണ്ടി ഈ പ്ലാനിങ്ങോ ജെയാണ് ചെയ്തതെന്നൊക്കെ നീ പറയുന്നത്? എന്ത് മാരേജ്? ജെ അമ്മ, നോ നോ, എന്നെ കൊണ്ട് പറ്റില്ല. അതും ജെയിന് മാരേജ് എനിക്ക് തീരെ പറ്റില്ല. അമ്മ ഇത് പറയണ്ട. അമ്മ പപ്പനോട് പറ. അമ്മ മോളെ ഇല്ല, നീ നിൻ്റെ അച്ഛനെ നോക്ക്. ഈ നാട്ടുകാർക്ക് എന്ത് പറയും? ഓ, നമുക്ക് നാട്ടുകാരെന്ത് പറയും? അച്ഛൻ്റെ അഭിമാനം, അച്ഛൻ്റെ സന്തോഷം, അതൊക്കെയാണല്ലോ വലുത്. എനിക്കുള്ളൊരു ലൈഫാണ്, എൻ്റെ ഒരു മാരേജാണ്. എനിക്കിപ്പോൾ ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ ഞാൻ ലൈഫ് ലോങ് ഫുള്ളി ഹാപ്പി ആയിരിക്കും, അതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. ജെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ജെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും കയ്യിൽ നിന്നെ ഏൽപ്പിക്കുന്നതിനും ജെയിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ആശ്വാസം. അവൻ നിന്നെ നല്ല രീതിക്ക് നോക്കും. എൻ്റെ അച്ഛൻ ചെന്ന് ജെയിൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അങ്കിൾ സമ്മതിച്ചല്ലോ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ജെയിൻ്റെ പപ്പ. സോ നിനക്ക് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ലിയ. മമ്മ ബട്ട് ലിയ നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്തായാലും ഞങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി ഇതിന് സമ്മതിച്ചൊന്നും തരണ്ട. Monta na minha garupa, deixa ela montar na minha garupa. Que eu tô tipo Nina Bravanel, mandando amiga se fuder, batendo na cara da monta na amiga se fuder, batendo na cara da monta na amiga se fuder, batendo na cara da que eu tô tipo Nina Bravanel, mandando amiga se fuder, batendo na cara. എന്തായാലും നിൻ്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം കൂടിയാണല്ലോ. ഞാൻ ഒരിക്കലും എൻ്റെ അഭിമാനത്തിന് വേണ്ടി നിൻ്റെ സന്തോഷം കളയില്ല. ഞാൻ അതുകൊണ്ട് പേടിക്കണ്ട. പപ്പ അതല്ല, വേണ്ട. ഞാൻ അവരോട് പറഞ്ഞോളാം. ഓക്കെ, പപ്പയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നു. ജെ എൻ്റെ ഹസ്ബൻഡായിരിക്കും എന്നൊന്നും ആരും വശം പിടിക്കാൻ പാടില്ല. ഞാൻ ആ ഒരു രീതിക്ക് ജെയിനെ കാണുകയില്ല. പപ്പയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിനെ സമ്മതിക്കുന്നത്. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. പപ്പ സമയമായി. ആട്ടെ, ഇതാ വരുന്നു. നമ്മൾ എന്തായാലും സമയം കളയണ്ട. ജെയിംസ് ഫെർണാണ്ടസിൻ്റെയും ലുസിൻഡ ഫെർണാണ്ടസിൻ്റെയും മകളായ ലിയ ഫെർണാണ്ടസിനെ ജെയ്ഡൻ ക്രിസ്റ്റിക്ക് മാരേജ് ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ജൂലിയ ജോൺ ക്രിസ്റ്റിയുടെയും മകനായ ജെയ്ഡൻ ക്രിസ്റ്റിയെ മാരേജ് ചെയ്യാൻ ലിയ ഫെർണാണ്ടസിന് സമ്മതമാണോ? ലിയ ഫെർണാണ്ടസിന് സമ്മതമാണോ? ലിയ മോളെ, ലിയ. സമ്മതം. ദെൻ റിങ് ഇട്ടോളൂ. ഇനി കിസ് ചെയ്യൂ. വാട്ട്? നോ ലിയ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഹാർട്ട് മൊത്തം നടക്കുന്നു. ലിയ ചെയ്തൻ. വാട്ട്? ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. എൻ്റെ പേര് ലിയ ഫെർണാണ്ടസ് എന്നാണ്, ലിയ ചെയ്തൻ എന്നല്ല. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ലിയ. യു ആർ ഒഫീഷ്യലി മാരീഡ്. അത് എത്ര കാലം നിൽക്കുന്നു? 6 മാസമാണ് ഞാൻ ഡിവോഴ്സ് ചെയ്യും. അത്രേ ഉള്ളൂ ഈ ഒരു ബന്ധത്തിന് ആവശ്യം. ഷാദിക്കോ, ഇങ്ങോട്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കണ്ടേ? ഡാഡ ബട്ട് ഓക്കെ ഫൈൻ. ദെൻ പോവാം. സന്തോഷമായിരിക്കും മോളെ, അച്ഛൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് തന്നെ എനിക്കും പറയാനുള്ളൂ. സന്തോഷമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഇനി എങ്ങാനും നീ അവളെ ഒന്ന് തൊട്ടുപോലും നോക്കരുത്. എനിക്കറിയില്ല, ജിമിനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാവുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ജിമിന് അവൾ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാൻ. വാട്ട്? എൻ്റെ ബേബിനെ ഞാൻ വിഷമിപ്പിക്കാനോ? നോട്ട് എ ബിലീവ് മീ. അന്നുണ്ടായതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല.
നീ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ മാത്രം നിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല അജയ്. അത് അവൾക്കും കൂടി മനസ്സിലാവണം. ആൻഡ് എല്ലാം നീ പറഞ്ഞ് ശരിയാക്കും. ബട്ട് ഫസ്റ്റ് നീ ജിമ്മിനോട് തന്നെ പറ. ഇല്ലെങ്കിൽ പിന്നെ നീ അവളായിട്ട് വല്ലതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവളെ ചെന്ന് ജിമ്മിനോട് പറഞ്ഞു ജിമ്മിൻ വേറെ വല്ലതും ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ നീ ഫസ്റ്റ് ജിമ്മിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ ബിലീവ് മീ. ഹാപ്പി മാരീഡ് ലൈഫ്. എൻ്റെ കൊച്ചിനെ നീ കിട്ടിക്കൊണ്ട് പോയില്ലേ. താങ്ക്സ്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ആടാ എന്തായാലും നീ അവളൊന്നും അറിയാതെ സൂക്ഷിച്ചോ. ജിമ്മിന് അറിയുന്നതിന് മുമ്പ് അവൾ നിന്നെ കൊല്ലും. അതെ ശരിയാ. അവളങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെക്കോട്ടെ എനിക്ക് ചിന്തിക്കാനേ വയ്യ. ശരിയെന്നാ നല്ല സേഫായിട്ട് കൂട്ടോ. എൻ്റെ ഈ കുരുത്തക്കേട്ടിനൊക്കെ ഞാനും കൂടി കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു പേടി. ഇനി അവളെങ്ങനെ അതറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. അമ്മയെക്കോട്ടെ എനിക്ക് ആലോചിക്കാനേ വയ്യ ചെയ്യേ. അതോർത്ത് നീ എന്തായാലും പേടിക്കണ്ട. ഞാനുണ്ട് നിൻ്റെ കൂടെ. ഈ ഡയലോഗാണെങ്കിൽ പേടി. നീ ഉള്ളതാണ് എൻ്റെ ഏറ്റവും പേടി. ബൈടാ ബൈ. ബൈ ലിയ. ബൈ ടേ. എന്താണ് എൻ്റെ വായോടെ പോയി? നീ എന്താ വാവിടെ കടം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്? ജയ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഇത്ര ആയപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. നീ എന്താ ചെയ്തത് നിനക്ക് വല്ല ബോധമുണ്ടോ? ലൂക്കാസിനെ നീ എന്ത് ചെയ്തു? ബേബി കൂൾ. ഹേയ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ജയ്. സോ നീ ഇങ്ങനെ ഒന്നും ആക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിന്നോടൊരു തരി പോലും എനിക്ക് സ്നേഹം ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്കെന്നെ അറിയില്ല. ഐ റിയലി. അതെ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ വലയിൽ വീണ് പോയത്. യു ആർ സച്ച് എ പ്ലേ ബോയ് ജയ്. എന്നെപ്പോലെ എത്ര പേര് നീ ചതിച്ചിട്ടുണ്ട്. ലിയ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഇങ്ങനെ ചൂടായിട്ട് പറഞ്ഞാൽ പോരെ നിനക്ക്. ഇവളിത് എന്നെ കൊണ്ട് കടങ്കൈ ചെയ്യിക്കും. എനിക്കെന്തായാലും ഇനി ഒന്നും നിന്നോട് പറയാനില്ല. ആൻഡ് എൻ്റെ ഒരു കാര്യത്തിൽ നീ അടുത്താൻ വരരുത് ചെയ്യും. ഒരു ഹസ്ബൻഡ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ നീ ഒരിക്കലും എൻ്റെ ഒരു കാര്യത്തിൽ നടത്താൻ പാടില്ല. ഇറങ്ങെന്തായാലും. വാട്ട്? വീടെത്തി ഇറങ്ങുന്നേ. ഓ വന്നോ ജെ നീ? താങ്ക് യു ആർമി ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഒരു 500 കഴിയുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ബട്ട് എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി. എനിക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ആർമീസിനോട് തന്നെയാണ്. ഇതെൻ്റെ ഫസ്റ്റ് എഫപ്പ് ആയതുകൊണ്ട് അതിന് വീണ്ടും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വശമില്ല. മാത്രമല്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡായിട്ട് വീഡിയോ വന്നില്ല. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് ലെങ്ത്ത് കുറവായിപ്പോയി. അത് മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് തോന്നും എല്ലാം ഒരേപോലെയാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നതെന്ന്. ബട്ട് ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വീഡിയോൻ്റെ കോപ്പി അടിച്ചായിരിക്കും അതെനിക്ക് തോന്നും. ബട്ട് തുടങ്ങുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് തുടങ്ങുന്നത്. എൻ്റെ മൈൻഡിലുള്ള കൺസെപ്റ്റൊക്കെയാണ്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഉണ്ട്.